ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കിന്ന് ഒക്ടോബർ മാസത്തിലെ 9-ാം തീയതിയിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ നോക്കാം. ലോക തപാൽ ദിനം എന്നാണ് ലോക തപാൽ ദിനം? ഒക്ടോബർ 9 ലോക തപാൽ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക കാഴ്ച ദിനം എന്നാണ്? ലോക കാഴ്ച ദിനമായിട്ട് ആചരിച്ചത് ഒക്ടോബർ 9. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ 2-ാമത്തെ വ്യാഴാഴ്ചയാണ് നമ്മൾ ലോക കാഴ്ച ദിനമായിട്ട് ആചരിക്കുന്നത്. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ 2-ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക കാഴ്ച ദിനമായി ആചരിക്കുന്നത്. കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന പദ്ധതി ഏതാണ്? കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന പദ്ധതി ഏതാണ്? പുനർജ്യോതി പുനരധിവാസ പദ്ധതി. ഏതാണ് പുനർജ്യോതി പുനരധിവാസ പദ്ധതി? ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം ഏതാണ്? നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം. ഏതാണ്? നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് 2025 ഒക്ടോബർ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 2025 ഒക്ടോബർ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരാണ്? സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരാണ്? എം ഷെഫീഖ് ഹസൻ. ആരാണ്? എം ഷെഫീഖ് ഹസനാണ്. സന്തോഷ് ട്രോഫി ആരംഭിച്ച വർഷം എന്നാണ് സന്തോഷ് ട്രോഫി ആരംഭിച്ചത്? 1941 സന്തോഷ് ട്രോഫി ആരംഭിച്ചത്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം എന്നാണ്? 1973 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയത്. ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി കിരീടം നേടിയ ടീം ഏതാണ്? ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി കിരീടം നേടിയ ടീം ഏതാണ്? ബംഗാളാണ് ഏറ്റവും കൂടുതൽ കിരീടം നേടിയത്. ഇന്ത്യയുടെ അടുത്ത US അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഇന്ത്യയുടെ അടുത്ത US അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? സെർജിയോ ഗോർ. ഓർത്ത് വെച്ചേക്കുക, സെർജിയോ ഗോറാണ് ഇന്ത്യയുടെ അടുത്ത US അംബാസിഡറായി തിരഞ്ഞെടുത്തത്. സെർജിയോ ഗോറിനെയാണ്. ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും. ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആരാണ്? ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആരാണ് ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും എന്ന ബാലസാഹിത്യ കൃതി രചിച്ചത്? ജി കണ്ണനുണ്ണി. ആരാണ്? ജി കണ്ണനുണ്ണിയാണ്. യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ഈജിപ്തുകാരനായിട്ടുള്ള ഖാലിദ് അൽ എനാനിയാണ്. ഖാലിദ് അൽ എനാനി. ലോക പൈതൃക പട്ടിക പുറത്തിറക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് യുനെസ്കോ. യുനെസ്കോ എന്താണ്? ലോക പൈതൃക പട്ടിക പുറത്തിറക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് യുനെസ്കോ. യുനെസ്കോ രൂപീകരിച്ചതെന്നാണ്? 1945 നവംബർ 16. യുനെസ്കോ എന്നാണ് രൂപീകരിച്ചത്? 1945 നവംബർ 16 രൂപീകരിച്ചത്. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ് ആസ്ഥാനം. കലിംഗ പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് യുനെസ്കോ. അപ്പം യുനെസ്കോ നൽകുന്ന പുരസ്കാരം ഏതാണ്? കലിംഗ പുരസ്കാരം. കലിംഗ പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് യുനെസ്കോ. കലിംഗ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം എന്നാണ്? എന്ന് മുതലാണ്? 1952 മുതലാണ്. 2025 രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ജേതാക്കൾ ആരൊക്കെയാണ്? 2025 കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയ ജേതാക്കൾ ആരൊക്കെയാണ്? 1 ജപ്പാൻകാരനായിട്ടുള്ള സുസുമു കിറ്റഗാവ. ആരാണ്? സുസുമു കിറ്റഗാവ. 2 UK കാരനായിട്ടുള്ള റിച്ചാർഡ് റോബ്സൺ. രണ്ടാരാണ്? റിച്ചാർഡ് റോബ്സൺ. 3 ഒമർ യാഗി. US കാരനായിട്ടുള്ള ഒമർ യാഗി. അപ്പോൾ സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി 3 പേർക്കുമാണ് 2025 രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി. വായുവിൽ നിന്ന് വെള്ളം വേർതിരിക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചെടുക്കാനും കഴിയുന്ന വിപ്ലവകരമായ കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. എന്തിനാണ് പുരസ്കാരം ലഭിച്ചത്? വായുവിൽ നിന്ന് വെള്ളം വേർതിരിക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചെടുക്കാനും കഴിയുന്ന വിപ്ലവകരമായ കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഈ കണ്ടുപിടുത്തത്തെ തന്മാത്രാ വാസ്തുവിദ്യ എന്നാണ് നോബൽ കമ്മിറ്റി വിശേഷിപ്പിച്ചത്. അപ്പോൾ നോബൽ കമ്മിറ്റി ഈ കണ്ടുപിടുത്തത്തെ എന്തെന്ന് വിശേഷിപ്പിച്ചു? തന്മാത്രാ വാസ്തുവിദ്യ എന്ന് വിശേഷിപ്പിച്ചു. തന്മാത്രാ വാസ്തുവിദ്യ.
രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? 3-ാം സ്ഥാനമാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത്. തൊഴിലില്ലായ്മ മൂലമുള്ള ആത്മഹത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? അപ്പോൾ തൊഴിലില്ലായ്മ മൂലമുള്ള ആത്മഹത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? തൊഴിലില്ലായ്മ മൂലമുള്ള ആത്മഹത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം 2-ാമതാണ്. എത്രാമതാണ്? 2-ാമതാണ്. രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 3-ാമതുമാണ്. കേരളത്തിൽ 3-ാം വന്ദേ ഭാരത് റൂട്ട് ഏത് മുതൽ ഏത് വരെയാണ് നടക്കുന്നത്? കേരളത്തിൽ 3-ാം വന്ദേ ഭാരതിൻ്റെ റൂട്ട് ഏത് മുതൽ ഏത് വരെയാണ്? എറണാകുളം മുതൽ ബാംഗ്ലൂർ വരെയാണ്. എവിടെ മുതൽ എവിടം വരെയാണ്? എറണാകുളം മുതൽ ബാംഗ്ലൂർ വരെയാണ് കേരളത്തിൽ 3-ാം വന്ദേ ഭാരത് റൂട്ട് നടക്കുന്നത്. എറണാകുളം മുതൽ ബാംഗ്ലൂർ വരെയാണ് കേരളത്തിലെ 3-ാം വന്ദേ ഭാരതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ലാസ്ലോ ക്രാസ്നഹോർക്കായി. ആർക്കാണ്? ലാസ്ലോ ക്രാസ്നഹോർക്കായിക്കാണ്. ഹംഗറിക്കാരനാണ്. ആരെന്ന് പറയുന്നത്? ലാസ്ലോ ക്രാസ്നഹോർക്കായി. ലാസ്ലോ ക്രാസ്നഹോർക്കായിക്കാണ് 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. ഹംഗറിക്കാരനാണ്. 2025 വ്യോമസേനാ ദിനത്തിന് വേദിയായത് എവിടെയാണ്? 2025 വ്യോമസേനാ ദിനത്തിന് വേദിയായത് എവിടെയാണ്? ഗാസിയാബാദ്. എവിടെയാണ്? ഗാസിയാബാദാണ് വേദിയായത്. വ്യോമസേനാ ദിനം എന്നാണ്. ഒക്ടോബർ 8 വ്യോമസേനാ ദിനം. അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബരാട്ടാങ്. ബരാട്ടാങ്ങിലാണ് അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ബരാട്ടാങ്ങിലാണ്. ഇപ്പോൾ ഓർത്ത് വെച്ചേക്കുക, 2025 വ്യോമസേനാ ദിനത്തിന് വേദിയാകുന്ന എവിടെയാണ്? ഗാസിയാബാദാണ് വേദിയാകുന്നത്. അടുത്തിടെ പൊട്ടിത്തെറിച്ച ഏക ചെളി അഗ്നിപർവ്വതം ഏതാണ്? ബരാട്ടാങ്. താങ്ക് യു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.